ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിന്ദി ലാംഗ്വേജിൽ എത്ര പോർഷൻസ് ആണ്. ഇപ്പോൾ ഹിന്ദി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പോർഷൻസ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്, അതുപോലെ ഇംഗ്ലീഷിനൊക്കെ ഉള്ളത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഹിന്ദി ലാംഗ്വേജ് ആണ്. ഹിന്ദിയിൽ ഒരു 4 ചാപ്റ്റേഴ്സാണ് ഇപ്രാവശ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. വേണമെങ്കിൽ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പം ഞാൻ എടുത്ത പോർഷൻസ് അനുസരിച്ച് ഇത്രയാണ് നമുക്ക് പോർഷൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പം ഈ ഒരു പോർഷൻസ് ശ്രദ്ധിച്ച് വയ്ക്കുക. നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ വരെയാണ് ഞാൻ വരച്ചിട്ടിട്ടുള്ളത്. അതുവരെ വരാനാണ് സാധ്യതയുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ഒന്നുകൂടി കൺഫർമേഷൻ ചെയ്തിട്ട് പറയും ക്ലാസ്സുകളിൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഇപ്പം പഠിച്ച് വെക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ വരെയാണ്. ഓക്കെ. അപ്പോൾ സൂര്യനാമിനെ പെഹലെ ദിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരെയാണ് പഠിച്ചു വെക്കേണ്ടത്. മാതൃഭൂമി തൊട്ടിട്ടാണ് 1-ാം ചാപ്റ്റർ തൊട്ട് 5 ചാപ്റ്റർ വരെ പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ആ ചാപ്റ്ററും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി എഴുതേണ്ടതായിട്ട് വരും. മാക്സിമം 4 ചാപ്റ്റർ ഉണ്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ നേരെ ലാലും കൂടി ചിലപ്പോൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും 4 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്ത് നമുക്കൊന്ന് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പം ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 1. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ആനുവൽ പ്ലാനിങ് ആയിട്ടാണ് എസ് ലൈവിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് എടുത്തിട്ടുള്ളത് എസ് ലൈവിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പം ഇതിൽ ആനുവൽ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓണം എക്സാമിന് ഏതൊക്കെ പോർഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജൂൺ, ജൂലൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലെ എക്സാം ആണ്, 18 ഒക്കെ അടുപ്പിച്ചിട്ട്. അപ്പം നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏതുവരെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഗസ്റ്റിൽ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതുവരെ ആയിരിക്കും നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടാവുക. കാരണം ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതുവരെ ആയിരിക്കും പഠിച്ച് വെക്കാനായിട്ട് ഉണ്ടാവുക. ബാക്കി ഇത്രയും പോർഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടാകാൻ സാധ്യതയാണ് കൂടുതൽ. കാരണം ഇത് ഓഗസ്റ്റിന്റെ പോർഷൻസിൽ ഇതും കൂടി ഉള്ളത് കൊണ്ട് ഇതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് കൺഫേം ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് എന്തായാലും ഓൺ എക്സാമിന് ഉണ്ടാവും. പക്ഷെ ഈ ചാപ്റ്റർ കാണുമെന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓഗസ്റ്റിലെ പോർഷൻ ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്നാലും ടീച്ചർ അത് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ലാംഗ്വേജും. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയിലൊക്കെ വരുന്ന, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും പിന്നെ ഇംഗ്ലീഷിലൊക്കെ വരുന്ന ഓൺ എക്സാമിൻ്റെ പോർഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മലയാളത്തിൻ്റെ പോർഷൻസ് കൂടിയാണ് പറയാനുള്ളത്. അത് അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്.